അവസാനത്തെ നോമ്പാണ്. നോമ്പിന്റെ വീഡിയോ ഇറങ്ങാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്താലോ അങ്ങനെ. മൈക്കുന്ന മൂക്കുത്തി മോന് പുതിയ ലുക്കിലാണ്. ഈ ലുക്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ബാക്കി എന്തെങ്കിലും ഉണ്ടാകാൻ വേണ്ടി അവസാനത്തെ നോമ്പാണ്. നോമ്പിന്റെ വീഡിയോ ഇറങ്ങാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട്. ഇതാണ് എൻ്റെ ശീലം. എപ്പോഴും എന്റെ ഒഴിഞ്ഞൊരു സ്പേസ് ഇടുന്നത്. അതല്ല എൻ്റെ ശാന്തമായിട്ട് കുറേ അധികം ഫുഡ് കഴിക്കാൻ പറ്റും. എല്ലാതും അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല ഫുള്ള് എല്ലാവരും ഓരോ വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ്. ഓരോരുത്തർ 2 വിഭവം വീതം ഓരോ വീട്ടിൽ നിന്നായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അവസാനം ഈ നിലയിലായി. ലൈറ്റോ അതെ ഇതിനുള്ള തെളിവിട് നമുക്ക് ലൈവ് ഇടാ ഫുള്ള് കഴിച്ചോ. അപ്പൊ ഗൈസ് കഴിഞ്ഞ വീഡിയോ നമ്മളറിയാതെ തന്നെ വൈറലായി. നമ്മളെ ഇത് നോമ്പ് തുറ 2.0 അതാണ് ഞാൻ ഇതിന്റെ ടൈറ്റിൽ ഇടാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ നോമ്പ് തുറയെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? അപ്പൊ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ പോലെ എഡിറ്റിങ്ങിന്റെ കുറച്ച് ഇതുള്ള കാരണം എത്രാമത്തെ നോമ്പ് വരുന്നു? 3ാമത്തെ നോമ്പിന്റെ വീഡിയോ ആയിരുന്നു. പക്ഷെ 26ാമത്തെ ദിവസം ഇറങ്ങിയത്. എന്താണ് കഴിഞ്ഞ വീഡിയോനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്റെ റീലൊക്കെ നൈസായില്ലോ. ഞാൻ തന്നെ അടിച്ചത്. രണ്ടുപേരാ അല്ലല്ല അവിടെ പെട്ടെന്ന് അവിടെ ചെല്ലാൻ പറയണ്ട. അവിടെ ഒരിടത്ത് സംസാരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തുന്നതായിരിക്കും. അപ്പൊ ഈ നോമ്പ് തുറ എന്താ പറയാ? ഇതിപ്പോ നമ്മുടെ ലാസ്റ്റത്തെ നോമ്പ് തുറ ആയിരിക്കും. മറ്റേത് നമ്മള് ഒരു വീട്ടിലായിട്ട് ഉണ്ടാക്കി. ഇതാണ് നമ്മളെല്ലാരും കൂടെ എല്ലാ വർഷവും ഉണ്ടാക്കി കൊണ്ടുവന്ന് ഉണ്ടാക്കി ഒന്നും കൂടെ ഗ്രാൻഡ് ആയി. നമ്മളെല്ലാ വർഷവും ഓരോ വീട്ടിൽ തറവാട്ടിൽ നോമ്പ് ആ ടൈറ്റിലിടാം. അപ്പൊ അതെ ഇതാണ് ഞങ്ങളുടെ തറവാട്. ഞങ്ങള് എല്ലാ കൊല്ലം ഇതേമാതിരി ഓരോ വീട്ടിൽ നിന്ന് 2 വിഭവങ്ങൾ വീതം ഉണ്ടാക്കിയിട്ട് അതാ നേരത്തെ കാട്ടി തന്ന വിഭവങ്ങൾ വീതം ഉണ്ടാക്കിയിട്ട് അതാ ഏത് ആരും കമന്റ്സിൽ വന്നില്ല. ഭാഗ്യം. കമന്റ് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇട്ട ഡ്രസ്സുകളൊക്കെ ഇവിടുന്ന്. ഞങ്ങളുടെ ഡ്രസ്സിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് മനസ്സിലായി. ഗൈസ് ഞങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ട് ഇവിടെ, ഇങ് ഒഫീഷ്യൽ. ഇന്ന് നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ ഡ്രസ്സും ഇന്ന് നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ ഡ്രസ്സും ഫ്രം ഇങ് ഒഫീഷ്യലാണ്. ഞാൻ എല്ലാവരും കാണിച്ചു കൊടുക്കും. എല്ലാരും കർത്തവ്യത്തിൽ നടക്കാണ്. ഇത് ശരിയാവില്ല. പറയാനൊന്നുമില്ല. എന്ന് തന്നെ സംഭവിക്കില്ല. നമ്മൾ മാത്രം ജയിക്കുക, അപ്പുറത്തിന്റെ ടീമിനെ തോറ്റു പോവുക.
നമുക്കിത് പുതുമയില്ല ആസ് യൂഷ്വൽ ഒരു ഫാമിലി വൈറൽ കപ്പിൾസ് അതാ ടാറ്റുന്റെ ജൂബിയുടെ ടാറ്റുന്റെ അർത്ഥങ്ങള്. എന്റെ ഈ ടാറ്റൂന്റെ ഇത് ടേർട്ടിലാണ്. ഞാനും ആൻഡും എന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സ്ഥലത്തിന്റെ പേരാണ് ടേർട്ടിൽ പേര്. വേറെ ടാറ്റൂസ് ഉണ്ട് എനിക്കറിയില്ല. ഇത് 2 ഫിഷ് ആണ്, കാരണം എനിക്ക് 2 ട്വിൻ ബ്രദേഴ്സ് ഉണ്ട്. അല്ല, ഇത് ജോബിന്, ഇത് ജിബിൻ. ഇല്ല സോറി, 2 ബ്രദേഴ്സ് ഉണ്ട്, അവര് ട്വിൻസ് ആണ്. പിന്നെ വേറെ ഇതെന്താ? ഇതെന്റെ വെഡിങ് ഡേറ്റ് 5/5/25. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് അല്ല ഈ ഡേറ്റില് ഞങ്ങള് നാട്ടിലായിരുന്നു. ഞങ്ങൾ നാട്ടിൽ കുറച്ച് പേര് ചില്ല് ചെയ്യായിരുന്നു. ഇവരെ കല്യാണത്തിന്റെ ആഘോഷത്തിലായിരുന്നു. എന്താ 2-3 ദിവസമായിട്ട് വ്ളോഗിലൊന്നും കാണാത്തത്? ബിസി ലൈഫ് ആയിരുന്നോ? എന്തുപറ്റി? കഴിഞ്ഞ വീഡിയോയില് നെസ്റ്റോറിസിന്റെ പ്രൊമോഷൻ കൊടുത്ത നെസ്റ്റോറിസിൽ ഫോളോവേഴ്സ് ഉണ്ടോ? ഒരു ഫോളോവർ, ഒരു ഫോളോവർ. അതൊക്കെ എന്താ കുടിക്കണേ? എല്ലാ പ്രാവശ്യവും ഇങ്ങനെ 22 വെച്ച് നമ്മൾ നടത്തണം നോമ്പ് തുറക്ക്. സാധാരണ ചെയ്യല് എല്ലാവരും വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക ചെയ്യാം. ഇപ്പോൾ ചട്ടിപ്പത്തിരി, പോക്കറ്റ് ഷവർമ, കട്ട്ലേറ്റ്, സമൂസ, ചിക്കൻ റോള്. അല്ലാണ്ട് ഇതിപ്പോൾ നോമ്പ് തുറ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കിയത് സമൂസയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, സമൂസ മാത്രം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സമൂസ മാത്രം അല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി വെച്ചതാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് പൊതുവേ ഒരു ടേസ്റ്റ് കൂടുതലുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്താണ് എന്റെ ബീഫാണോ ചിക്കനാണോ തിരിച്ചറിയാതെ കൺഫ്യൂസ്ഡ് ആയി. ചിക്കൻ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷെ ശരിക്കും ബീഫാണോ എന്ന് അന്താടിച്ചു പോണ അവസ്ഥയാണ്. ഈ നമ്മുടെ ചെക്കന്മാരെല്ലാവരും ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി വരാൻ പോകുന്നുണ്ട്. അതായത് പെരുന്നാളിൻ്റെ തലയിൽ നമ്മളെല്ലാവരും ഇതുപോലെ കൂടി മൈലാഞ്ചി ഇട്ട് കുറച്ച് സംസാരങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ ഗെയിംസൊക്കെ കളിച്ച് സന്തോഷകരമായ ഒരു രാത്രിയായിരിക്കും നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നുണ്ടാവാൻ പോകുന്നത്. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ. പിന്നെ നമ്മുടെ പെരുന്നാൾ എന്നാന്നറിയില്ല, ഒന്നെങ്കിൽ വ്യാഴാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓഫ് കിട്ടിയിട്ടുള്ള ദിവസമാണ് ആ 2 ദിവസം. ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം നിമിഷത്തിലാണ് ഇപ്പം ഏതാ ഇഷ്ടപ്പെട്ട കടി? സമൂസേവെല്ലാരായി വേറൊരു കടി എവിടെ? ഏറ്റവും ഇഷ്ടപ്പെട്ട കടി കാക്ക? സമൂസ കഴിഞ്ഞിട്ട് സമൂസ കഴിഞ്ഞിട്ട് മോനുന്റെ ഉള്ളിവടക്ക് ആകെ ഒരു ഫാൻസ് ഉള്ളൂ. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം? എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പഫ്സ് ഉണ്ട്, പിന്നെ പോക്കറ്റ് ഷവർമ. യെസ്, കാരണം ബിലാല് സമൂസ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് സമൂസ പൊതുവെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. എനിക്ക് സമൂസ കിട്ടിയില്ല, ചിലപ്പോ കഴിഞ്ഞോണ്ടായിരിക്കും. സമൂസ കിട്ടിയില്ല, സമൂസ ഷോർട്ടാണ് കഴിച്ചത്, എന്താ ചെയ്യാന്നറിയില്ല. ഇനി അബി ഇഷ്ടപ്പെട്ട പലഹാരം? സമൂസ ഗായ്സ്. തിരാമിസു ഉണ്ട്, നമ്മള് സ്പെഷ്യൽ തിരാമിസു ഫ്രിഡ്ജിലുണ്ട്. പക്ഷെ ഫ്രിഡ്ജ് തുറക്കണോ? കുഴപ്പമില്ല. നമ്മുടെ തിരാമിസു ഇത് ഞാനും ജുബിയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള തിരാമിസു ആണ്. വെരി ടേസ്റ്റി ആണ്. ഇതിനു മുമ്പ് നമ്മള് തിരാമിസു ട്രൈ ചെയ്തിട്ടുണ്ട്, അത് അടിപൊളി. ഇതിനു മുമ്പ് ട്രൈ ചെയ്തത് അടിപൊളിയായിരുന്നു. ഇതും അടിപൊളിയായിരിക്കും, നമുക്ക് വിശ്വസിക്കാം. എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഷാമി സംസാരിക്കുമ്പോ വേറെ തന്നെ ഒരു ശബ്ദം. ശരി, ഓക്കെ ബൈ. ഇത് കൈ പിടിച്ച ശബ്ദമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമുക്ക് പലഹാരക്കടികളും മാത്രമാണ് ഉള്ളത്. അല്ല ഗായ്സ്, അല്ല. നമുക്കിവിടെ തെറ്റി, നമുക്കിവിടെ ചിക്കൻ കറി
ഇങ്ങോട്ട് കാണിക്ക്. കോഴിക്കറി എന്റെ മോന്തെ കാണിക്കണത്. കോഴിക്കറി. ഹായ് ഗായ്സ്. അതില് ഞാനില്ല. ഓ അതിന്റെ മനോഹാരിത ഫോട്ടോയിൽ പ്രത്യേക കാണുന്നുണ്ട്. നമുക്ക് ഇന്നൊരു ഫോട്ടോ എടുത്താലോ? അങ്ങനെ ഗൈസ്, ഇവിടെ നമ്മൾ ഇത്രയും ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ആകെ ഞാൻ കാണുന്ന ഒരു പ്രശ്നം ഈ 4 ആൾക്കാരാണ്. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് ഗെയിം കളിച്ചിട്ട് ഈ ഒരു രസം നശിപ്പിക്കണ ഈ ഒരു അവസരത്തിൽ നമുക്ക് 4 കൊല്ലത്തെ ഓർമ്മ പുതുക്കാൻ ഫോട്ടോ എടുക്കണേ പറ്റിയ അഭിപ്രായം? നല്ലൊരു അഭിപ്രായമാണ്. എന്നാ എനിക്ക് എല്ലാവരും എനിക്ക് ഒരു ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുക്കാമില്ല. ഇപ്പോൾ കണ്ടോ ഇവരൊക്കെ നിന്നു. വർത്താനം കൊണ്ട് ചേച്ചിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ. ഈ ഗ്യാങ്ങിന് പേരില്ല. എന്നാലും വീഡിയോ ഒക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മളെല്ലാവരും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. സീ യു ഗൈസ് ഫ്രം ബിയോണ്ട് വില.